നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഈ 2023 IT മേഖലയിലേക്ക് തിരിയണം എന്ന് ആഗ്രഹിക്കുന്നവർ ഏതൊക്കെയാണ് ഹോട്ട് ടെക്നോളജികൾ എന്ന് മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെയുള്ള ഹോട്ടായിട്ടുള്ള മേഖലകൾ കണ്ടെത്തി ആ മേഖലകളിൽ നമ്മുടെ സ്കില്ലൊന്ന് ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞാൽ IT-യിലെ വലിയ അവസരങ്ങളിലേക്ക് എത്തുവാനായിട്ട് കഴിയും. അപ്പോൾ ഈ 2023 ഹോട്ട് ടെക്നോളജികൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുന്നതിന് ഈ IT മേഖലയിലെ ഒരു വിദഗ്ധൻ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് നിഖിൽ ഗോപാലൻ എന്നുള്ളതാണ്. TCS അല്ലെങ്കിൽ UST ഗ്ലോബൽ അല്ലെങ്കിൽ SAP എന്ന ജയന്റ് IT ജർമ്മൻ കമ്പനി, അതിൻ്റെ ഇന്ത്യൻ സബ്സിഡറി ആയ SAP ഇന്ത്യയിലുമൊക്കെ പ്രവർത്തിച്ച് അനുഭവ പരിചയമുള്ള ഒരു വ്യക്തി. അതിലെല്ലാം ഉപരി ഈ UST ഗ്ലോബലിൽ SAPയുടെ ഗ്ലോബൽ പ്രാക്ടീസ് ഹെഡായിട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തി. അദ്ദേഹത്തിൽ നിന്ന് നേരിട്ട് ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലെയുള്ള കരിയർ അറിവുകൾ അല്ലെങ്കിൽ തൊഴിലവസരങ്ങൾ ഇതൊക്കെ നമുക്ക് ലഭ്യമാകും. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. സാർ നമസ്കാരം. നമസ്കാരം. വെൽക്കം ടു കരിയർ പാത്വേ. താങ്ക് യു. യെസ് സാർ, എനിക്ക് ആദ്യം അറിയേണ്ടത് ഈ 2023 IT മേഖലയിലേക്ക് ഇറങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർ പഠിക്കാൻ പരിഗണിക്കാവുന്ന മികച്ച ചില ടെക്നോളജികൾ അല്ലെങ്കിൽ ലാംഗ്വേജുകൾ അതൊന്ന് സൂചിപ്പിക്കാമോ? ടെക്നോളജി എന്ന് പറയുമ്പോൾ ഒരുപാടുണ്ട്. ലാംഗ്വേജസിലോട്ട് സാർ ചോദിച്ചനുസരിച്ച് വരാനാണെങ്കിൽ ഇപ്പം നമുക്കിപ്പം നോക്കാൻ പറ്റുന്നത് ഈ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ്, നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ലാംഗ്വേജസ് തന്നെയാണ് ഇപ്പോഴും പോപ്പുലർ. അതിലിപ്പം പൈതൺ കുറച്ചുകൂടെ ഫുൾ സ്റ്റാക്ക് എന്ന് പറയുമ്പോൾ ഒരു ബാക്ക് എൻഡും ഫ്രണ്ട് എൻഡും ഡേറ്റാബേസും എല്ലാം കൂടെ ഉൾപ്പെട്ടുള്ള ആ നോളജ് ഉള്ള ആൾക്കാരാണ്. ഫുൾ സ്റ്റാക്ക് ഇന്ന് നല്ല ഡിമാൻഡ് ഉള്ള ഒരു ഡിമാൻഡ് ഉണ്ട്. അപ്പൊ അതിനകത്ത് പ്രധാനമായിട്ടും പൈതൺ, ഫുൾ സ്റ്റാക്ക്, ജാവ, .NET ഇതൊക്കെ തന്നെയാണ് കൂടുതലും വേക്കൻസീസ് ഉള്ളത്. എന്നിരുന്നാൽ പോലും ചില സ്പെസിഫിക് ചില നിഷ് സ്കിൽസ് ഉണ്ട്. പുതിയതായിട്ട് വന്നപ്പോ ഗോ എന്ന് പറയുന്ന ഗൂഗിളിന്റെ പുതിയൊരു ടെക്നോളജി, അതുപോലെ തന്നെ റസ്റ്റ് എന്ന് പറഞ്ഞ ടെക്നോളജി, എമർജിംഗ് ആയിട്ടുള്ള നിഷ് സ്കിൽസ് ആണ്. ഇത് പഠിച്ച ആൾക്കാരെ കിട്ടാനില്ല. പക്ഷെ എന്നിരുന്നാലും ലാർജർ വേക്കൻസി എപ്പോഴും ഈ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ തന്നെ പൈതൺ, ജാവ, .NET അതിന്റെ പുതിയ ഫ്രെയിംവർക്കുകൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ മറ്റു മേഖലകളിലേക്ക് പറഞ്ഞാലോ IT-ൽ തന്നെ മറ്റു മേഖലകൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ഡേറ്റ അനലിറ്റിക്സിന് പൊതുവെ വലിയൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ആദ്യം ഉണ്ടായിരുന്ന അത്രയൊരു ഒരു ഹൈപ്പിനോളം അത് വളർന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം പിന്നെ അഗൈൻ എല്ലാത്തിനും എനേബിൾഡ് ആയിട്ട് വരികയാണ്. അതിന്റെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതുപോലെ ക്ലൗഡ് ടെക്നോളജീസിൽ പർട്ടിക്കുലർലി AWSലും അഷ്യൂറിലും ഗൂഗിൾ എമർജ് ചെയ്ത് വരുന്നുണ്ട്. പക്ഷെ കൂടുതലും AWS ആണല്ലോ അതിന്റെ മാർക്കറ്റ്. ആമസോൺ വെബ് സർവീസസിനുണ്ട്. അതുപോലെ സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിനുണ്ട്. ടെസ്റ്റിംഗ് മേഖലകളിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എനേബിൾഡ് ആയിട്ടുള്ള ഡിവൈസസും സോഫ്റ്റ്വെയർസും വന്നപ്പോൾ അതിന്റെ രീതികളിലും മാറ്റം വന്നിട്ടുണ്ട്. അതിനും വലിയ ഡിമാൻഡാണ്. ഇപ്പൊ ടെസ്റ്റിംഗിന്റെ കാര്യം പറയാനാണെങ്കിൽ ഈ ക്വാളിറ്റി എഞ്ചിനീയേഴ്സ് ആണ്, ക്വാളിറ്റി എഞ്ചിനീയർ എന്നാണ് ഇപ്പൊ തസ്തിക QE എന്നാണ് പറയുന്നത്. അതുപോലെ SDET എന്ന് പറയും, അതായത് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് എഞ്ചിനീയർ ഇൻ ടെസ്റ്റിംഗ് എന്നുള്ളൊരു പുതിയ രീതി. അതാണ് ഇപ്പൊ ഒരു ടേം ഇപ്പൊ പൊതുവെ മാർക്കറ്റിൽ പോപ്പുലർ ആയിട്ടുള്ളത്. അപ്പൊ അതായത് ആദ്യമേ ഡെവലപ്മെന്റ് സ്റ്റേജ് മുതൽ ടെസ്റ്റിംഗ് സ്റ്റേജ് വരെയുള്ള എൻറ്റയർ നോളജ് ഈ ടെസ്റ്റിംഗ് ആൾക്കാർക്ക് ഉണ്ടാവും. അതായത് ടെസ്റ്റിംഗ് ഫേസിൽ മാത്രമല്ല ഇവർ വരുന്നത്. അതുകൊണ്ട് തന്നെ എഞ്ചിനീയേഴ്സിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പൊ ടെസ്റ്റിംഗിലുള്ള ആൾക്ക് തന്നെ കോഡിംഗിലും താല്പര്യം ഉണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. കോഡിംഗ് സ്റ്റേജ് മുതൽ കോഡിംഗ് അറിയാവുന്ന ടെസ്റ്റേഴ്സിനാണ് ആവശ്യം. അതായത് കോഡിംഗിൽ തന്നെ അവർ ആരംഭിക്കുമ്പോൾ തന്നെ ടെസ്റ്റേഴ്സിന്റെ റോള് ആരംഭിക്കും. എല്ലാ ഫേസിലും ടെസ്റ്റിംഗിന്റെ ഒരു പാർട്ട് ഉണ്ട്. അതാണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ സാറ് പറയാൻ ശ്രമിക്കുന്നത് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് അതുമായി ബന്ധപ്പെട്ട ടെക്നോളജികൾ, ഇതിലൊക്കെ കൂടുതൽ ഓപ്പർച്യൂണിറ്റി. പിന്നെ നമ്മുടെ ഈ പൈതൺ അല്ലെങ്കിൽ .NET, ജാവ അങ്ങനെയുള്ള അതിന്റെ ഫുൾ സ്റ്റാക്കും മേൺ സ്റ്റാക്കും. ഫ്രണ്ട് എൻഡ് ടെക്നോളജി ജാവ സ്ക്രിപ്റ്റിന് ഇപ്പൊ ഒരുപാട് പിന്നെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാര്യം അതിന്റെ ടെക്നോളജി ഫ്രെയിംവർക്സ് ആയപ്പോ ആംഗുലർ ആണെങ്കിലും പിന്നെ അതുപോലത്തെ ഒരുപാട് ഫ്രെയിംവർക്സ് വന്നിട്ടുണ്ടല്ലോ. അപ്പൊ അതിനും വലിയ രീതിയിലുള്ള ഡിമാൻഡ് ഉണ്ട്. വെബ് ആപ്ലിക്കേഷൻ സാർ ഒരു SAP ഒരു ഇന്ത്യയുടെ മുൻ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഞാൻ ചോദിക്കുകയാണ്, SAPക്ക് എങ്ങനെയുണ്ട് ഓപ്പർച്യൂണിറ്റീസ്?
SAPക്ക് വൻ ഓപ്പർച്യൂണിറ്റിയാണ് വേൾഡ് വൈഡ്, എസ്പെഷ്യലി കോവിഡിന് ശേഷം എല്ലാ മാർക്കറ്റിലുള്ള ആൾക്കാർക്കും അറിയാം, ബിസിനസ്സുകൾക്ക് അറിയാം ഇതുപോലുള്ള സഫിസ്റ്റിക്കേറ്റഡ് ടൂൾ ഇല്ലാതെ ബിസിനസ് റൺ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. ഒരുപാട് ബിസിനസ്സുകൾ പിന്തള്ളപ്പെട്ട് പോയിട്ടുണ്ട്, നമ്മൾ കണ്ടല്ലോ. കോവിഡ് സമയത്ത് പൊട്ടിപ്പോയതെല്ലാം ട്രഡീഷണൽ വേയിൽ ബിസിനസ് ചെയ്തിട്ടുള്ള ആൾക്കാർ. അതേ സമയത്ത് ആമസോൺ പോലുള്ള ആൾക്കാർക്ക് 40% അധികമാണ് അവർക്ക് റവന്യൂ കൂടിയത് കോവിഡിന്റെ പീക്ക് ടൈമിൽ. അപ്പൊ ടെക്നോളജി ആരൊക്കെ എംബ്രേസ് ചെയ്ത് പ്രവർത്തിക്കുന്നു അവർക്കൊക്കെ വലിയ ഡിമാൻഡ് ഉണ്ട്. മുൻപ് കാണുന്നത് വളരെ ചുരുക്കം ചില കമ്പനികൾ, MRF പോലെയുള്ള കമ്പനികളാണ് SAP സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്നതായിരുന്നു കണ്ടിരുന്നത്. ഇന്ന് അവസ്ഥ മാറിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഇന്ന് SAP സാധാരണപ്പെട്ട ആൾക്കാർക്ക് അഫോർഡബിൾ ആയ രീതിയിലുള്ള ഒരു പ്രൈസിംഗ് മോഡൽ കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെ ലാർജ് സ്കെയിൽ ഇംപ്ലിമെന്റേഷൻ ഓഫ് SAP നടക്കുന്നുണ്ട്. അത്ര തന്നെ ആൾക്കാരെ ആവശ്യമുണ്ട്. പക്ഷേ സ്കിൽഡ് റിസോഴ്സസ് മാർക്കറ്റിൽ കുറവാണ്. SAP നല്ല രീതിയിൽ പഠിച്ചു വരുന്ന ആൾക്കാർ ഒരുപാട് കുറവാണ്. ഈ SAP പഠിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് SAPയിൽ ഒരു ഗ്ലോബൽ കൺസൾട്ടന്റ് ആകാം, അതല്ലെങ്കിൽ ഒരു യൂസറായിട്ട് പ്രവർത്തിക്കാം, അല്ലെ? ഈ രണ്ട് ഓപ്പർച്യൂണിറ്റി അല്ലേ SAP? പ്രധാനമായിട്ടും ഈ രണ്ട് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഉള്ളത്. SAP എങ്ങനെ യൂസ് ചെയ്യാം എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ SAP ഉപയോഗിക്കുന്ന സ്ഥാപനങ്ങളിൽ ജോലിക്ക് കയറാൻ എളുപ്പമാണ്. നമ്മുടെ നാട്ടിൽ തന്നെ ലുലു മോൾ ഓഫ് ട്രാവൻകൂർ, നേരത്തെ പറഞ്ഞ MRF, കിംസ് ഹോസ്പിറ്റല്, ഏഷ്യാനെറ്റ്, വിവിധ മേഖലകളിൽ നിൽക്കുന്ന ബിസിനസ്സുകളാണ് SAP ഉപയോഗിക്കുന്നത്. അപ്പൊ അവിടങ്ങളിലെല്ലാം ജോലിക്ക് കയറണമെങ്കിൽ SAP ഒരു മാൻഡേറ്ററി സ്കിൽ സെറ്റായി മാറി, ബേസിക് സ്കിൽ സെറ്റായി മാറിയിരിക്കും. കാര്യം ഇവർ നാളെ യൂസ് ചെയ്യാൻ പോകുന്ന SAP സോഫ്റ്റ്വെയർ ആണ്. അതുപോലെ തന്നെ SAP പഠിക്കുന്ന ആൾക്കാർക്ക് IT കമ്പനികളിൽ SAP ഇംപ്ലിമെന്റ് ചെയ്ത് കൊടുക്കുന്ന നമ്മുടെ ടെക്നോ പാർക്കിലും ഒക്കെ കുറെ കമ്പനികൾ അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു. ഒരുപാടുണ്ട്. ടെക്നോ പാർക്കിലുണ്ട്, ഇൻഫോ പാർക്കിലുണ്ട്, ബാംഗ്ലൂരും ഹൈദരാബാദും പൂനെയിലൊന്നും പറയണ്ട, അത്ര തന്നെ. സാറ് SAP ഇന്ത്യയിൽ എവിടെയായിരുന്നു വർക്ക് ചെയ്തത്? ഞാൻ ബാംഗ്ലൂർ ആയിരുന്നു അല്ലേ? ഈ SAP പഠിക്കാനായിട്ട് എന്തെങ്കിലും ബേസിക് ക്വാളിഫിക്കേഷൻ എന്തെങ്കിലും റിക്വയർമെന്റ്സ് ഉണ്ടോ? ഇല്ല, അങ്ങനല്ല. എനി ഡിഗ്രിക്കാർക്കൊക്കെ പഠിക്കാൻ പറ്റുന്ന ഒന്നാണ്. പിന്നെ SAP ഇംപ്ലിമെന്റേഷനിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് BTech, MTech, MCA, MSc മാസ്റ്റേഴ്സ് ഉള്ള ആൾക്കാരും BTech ഉള്ള ആൾക്കാരെയാണ് കൂടുതൽ പ്രിഫർ. പക്ഷേ ഈ യൂസർ ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യാൻ ഏത് ഡിഗ്രി ഉള്ള ആൾക്കാർക്കും പറ്റും. അത് എക്സ്പീരിയൻസ് വേണോ അതോ ഫ്രഷേഴ്സിനും ഈ പഠിക്കാനായിട്ട് പോകാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഫ്രഷേഴ്സിന് പഠിക്കാം. SAPയുടെ സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ എല്ലാം തന്നെ ഫ്രഷേഴ്സിനൂടെ, എല്ലാം ഞാൻ പറയുന്നില്ല, എന്നാലും ഫ്രഷേഴ്സിനെ ഓറിയന്റ് ചെയ്തിട്ട് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. ശരി, ഓക്കെ. അപ്പോൾ സാറ് സൂചിപ്പിച്ചത് SAP പഠിക്കാം, അല്ലെങ്കിൽ ഈ ക്ലൗഡ് ടെക്നോളജീസ് ഉണ്ട്, അതല്ലെങ്കിൽ ചില പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഹോട്ടായിട്ടുള്ളത് സൂചിപ്പിച്ചു, ഈ മേഖലകളൊക്കെ സൂചിപ്പിച്ചു. ഇനി ഞാൻ ചോദിക്കുന്നത്, ഈ IT മേഖലയിലേക്ക് പഠിക്കാൻ പോകുന്ന ഒരാൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, എസ്പെഷ്യലി ഇപ്പോൾ കോവിഡിന് ശേഷം ഒരുപാട് ഓൺലൈൻ സാധ്യതകൾ തുറന്നു വന്നിരിക്കുകയാണ്. കുട്ടികളെല്ലാവരും വീട്ടിൽ നിന്നാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്ത്യയിൽ ഇപ്പോൾ 5G വന്നു, എല്ലാവരും വീട്ടിൽ നിന്ന് പഠിക്കാനുള്ള അവസരം വന്നിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ വരുമ്പോൾ ഒരുപാട് ഓപ്ഷൻസ് നമ്മുടെ മുന്നിലുള്ളപ്പോൾ ഏതാണ് ഒത്തന്റിക് ആയിട്ടുള്ള ഒരു സോഴ്സ് ടു ലേൺ എന്നുള്ളത് വലിയ ചോദ്യമാണ്. ഇപ്പൊ നമ്മുടെ യൂഡമി പോലുള്ള പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ സിംപ്ലി ലേൺ പ്ലാറ്റ്ഫോം 500, 600, 1000 രൂപയ്ക്ക് വരെ കോഴ്സ് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇത് 50 രൂപയ്ക്കും ഉണ്ട്. 50 രൂപ. ഇതൊക്കെ നമുക്ക് പറ്റുമെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് നമുക്ക് എത്രത്തോളം ഹെൽപ്ഫുൾ ആവും. പിന്നെ അതുപോലെ ഫ്രോഡ് ആയിട്ടുള്ള ആൾക്ക് ഫ്രോഡ്സ്റ്റേഴ്സ് ഒരുപാട് മാർക്കറ്റിലുണ്ട്. അപ്പം അത് കൂടുതൽ ഈ റെക്കോർഡഡ് വീഡിയോസ് ഒന്ന് അപ്ലോഡ് ചെയ്തിട്ട് പിന്നെ അത് എല്ലാവർക്കും അത് മറച്ചു വെക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ അത് പിന്നെ മറ്റു രീതിയിൽ അത് കൈകാര്യം ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റൈറ്റ് സോഴ്സ് എന്ന് പറയും. നേരത്തെ പറഞ്ഞു റൈറ്റ് സോഴ്സ്, ഒത്തന്റിക് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു ട്രെയിനറെ നമ്മൾ അവരുടെ റിവ്യൂ റേറ്റിംഗ് മനസ്സിലാക്കി അവർക്ക് എത്രത്തോളം ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാര്യം ലൈവായിട്ട് പഠിക്കാൻ ശ്രമിക്കാം. ഏറ്റവും പ്രധാനം ഈ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള നിരവധി വർഷത്തെ പരിചയം, സർട്ടിഫിക്കേഷൻസ്, ഒരുപാട് കസ്റ്റമർ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. അതുപോലെ പാഷനേറ്റ് ആയിട്ടുള്ള ട്രെയിനേഴ്സ് ആയിരിക്കണം. അങ്ങനെ ആൾക്കാരാണ് ശരിക്കും കണ്ടെത്തി പഠിക്കാൻ ശ്രമിക്കുക. അതിന് വേണ്ടിയിട്ട് അവരുടെ റിവ്യൂസ് നോക്കാം, മറ്റ് പഠിച്ചു കഴിഞ്ഞ ആൾക്കാരുടെ അടുത്ത് നിന്ന് അന്വേഷിക്കാം. അല്ലാതെ ആദ്യമേ പൈസ കൊണ്ട് കൊടുക്കരുത്. ഓൺലൈൻ ട്രെയിനിങ് ഒരുപാട് തട്ടിപ്പ് നടക്കുന്നുണ്ട്. അപ്പം നല്ല ആൾക്കാരെ തെരഞ്ഞെടുത്ത് പഠിക്കുക. ഇൻസ്റ്റിറ്റ്യൂഷനേക്കാളും ഇമ്പോർട്ടന്റ് ട്രെയിനർ തന്നെയാണ്, ഏറ്റവും ഇമ്പോർട്ടന്റ്. അതെ. അപ്പൊ അവരുടെ ഒത്തന്റിസിറ്റി പരിശോധിക്കുക, അവരുടെ ട്രാക്ക് റെക്കോർഡ് നോക്കുക, റിവ്യൂസ് റേറ്റിംഗ് ഒക്കെ നോക്കിയിട്ട് വേണം നമ്മൾ പൈസ മുടക്കാം. പിന്നെ ഡെമോ സെഷൻസ് എന്നിട്ട് മാത്രം പൈസ കൊടുക്കാവുള്ളൂ. അപ്പം ഞാനിപ്പം മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ സാറ് ഈ കോർപ്പറേറ്റ് മേഖല വിട്ടിട്ട് അല്ലെ ഇപ്പം പാഷനബിൾ ആയിട്ടുള്ള ചില മേഖലകളിലേക്ക് മാറിയിരിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു. അതെന്തൊക്കെയാണ് എന്നൊന്ന് സൂചിപ്പിക്കുക. സാർ ഇപ്പം എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നൊന്ന് സൂചിപ്പിക്കാമോ? ഞാൻ 10-18 വർഷമായിട്ട് ഈ IT ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പല രാജ്യങ്ങളായിട്ട് വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയ ഒരു വലിയൊരു ഇന്ത്യയിൽ നമുക്ക് ഇന്ന് വേണ്ട ഒരു വലിയൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരുപാട് റിസോഴ്സസ് ഉണ്ട് ഇൻ ടേംസ് ഓഫ് ഹ്യൂമൻ
ക്യാപിറ്റൽ വളരെ വലുതാണെങ്കിലും സ്കിൽഡ് റിസോഴ്സിന്റെ എണ്ണം വളരെ കുറവാണ് ഇന്ത്യയിൽ. എംപ്ലോയബിൾ ആയിട്ടുള്ള ആൾക്കാർ കുറവാണ്. ഈ യൂണിവേഴ്സിറ്റിയും ഇൻഡസ്ട്രിയും തമ്മിൽ വലിയ ഗ്യാപ്പ്. അത് ബ്രിഡ്ജ് ചെയ്യാന്ന് പറയുന്നത് ഒരു വലിയൊരു വർക്ക് നമ്മുടെ കൺട്രിയിലുണ്ട്. അത് റൈറ്റ് വേയിൽ ചെയ്യാന്ന് പറയുന്നത്. ഇൻഡസ്ട്രിയിൽ നിന്ന് വന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഇൻഡസ്ട്രിയുടെ പൾസ് അറിയാൻ ഒരുപാട് കമ്പനീസുമായിട്ടും ടോപ്പ് ലെവൽ ആൾക്കാരുമായിട്ടുള്ള പരിചയവും ഒക്കെ വെച്ചിട്ട് ഏറ്റവും നല്ല കോഴ്സുകൾ കോൺസ്റ്റന്റ്ലി റിസർച്ച് ചെയ്യുന്നുണ്ട്. ഏറ്റവും നല്ല ആൾക്കാരെ വെച്ച് കോക്കനട്ട് എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിലൂടെ ഞങ്ങൾ കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കോക്കോനട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു IT ട്രെയിനിങ് സ്ഥാപനം അല്ലെ? കമ്പനി. അത് IT ട്രെയിനിങ്ങും കൂടാതെ IT ഡെവലപ്മെന്റ് ചെറിയ രീതിയിൽ അത് എന്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ ചെയ്തു പോകുന്നുള്ളൂ. പക്ഷെ കൂടുതലും ഞങ്ങൾ ഒരു എഡ്യൂടെക് കമ്പനിയാണ്. എഡ്യൂടെക് കമ്പനിയായിട്ട് തന്നെ പ്രവർത്തിക്കുന്നത്. തിരുവനന്തപുരം ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്നത്. തിരുവനന്തപുരം ആസ്ഥാനമാക്കി ഞങ്ങൾ ഈ വർഷം തന്നെ ബാംഗ്ലൂർ, ഹൈദരാബാദ് പോലത്തെ മറ്റ് സ്റ്റേറ്റ്സിലോട്ട് പോകുന്നു. മിഡിൽ ഈസ്റ്റിലോട്ട് പോകാൻ പ്ലാൻ ഉണ്ട്. ഇതൊരു ഓൺലൈനിന്റെ സാധ്യതകൾ മൊത്തത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ലൈവ് ഇൻസ്ട്രക്ടർ ലെഡ് പ്രോഗ്രാംസ് ആണ് കൊടുക്കുന്നത്. ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് കൊടുക്കപ്പെടുന്നുണ്ട്. ക്ലാസ് കഴിയുന്നതിനോടൊപ്പം തന്നെ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ വളരെ മെറ്റിക്കുലസ് ആയിട്ട് ഇൻഡസ്ട്രിയിൽ ഏറ്റവും നല്ല ട്രെയിനേഴ്സിനെ കൊണ്ടുവരുന്നുള്ളിടത്താണ് ഡിഫറൻസ് ഇരിക്കുന്നത്. അപ്പം സാറ് കോർപ്പറേറ്റ് മേഖലയിലെ ആ എക്സ്പീരിയൻസ് വെച്ചിട്ട് പാഷനേറ്റ് ആയിട്ടുള്ള ഒരു മേഖലയിലേക്കൂടെ ഇപ്പോൾ ചുവട് വെച്ചിരിക്കുകയാണ് അല്ലേ? ഓക്കെ, എനിവേ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഫോർ യുവർ ടൈം. ഓക്കെ, അപ്പോൾ ഈ കോക്കോനറ്റുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നമ്മളുമായിട്ട് സംവദിക്കുവാനായിട്ട് ഇതിൻ്റെ ഡയറക്ടർമാരിൽ ഒരാൾ കൂടിയായിട്ടുള്ള യോഗരാജൻ സാറ് നമ്മളോട് ജോയിൻ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് 33 വർഷത്തെ പരിചയമാണ് ഈ വിദ്യാഭ്യാസ മേഖലയിലുള്ളത്. അതുമാത്രമല്ല, കേരള യൂണിവേഴ്സിറ്റിയുടെ മുൻ ഡെപ്യൂട്ടി രജിസ്ട്രാർ കൂടിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ആ കാര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാം. സാർ നമസ്കാരം. നമസ്കാരം സാർ, എനിക്കറിയേണ്ടത് നമ്മുടെ ഈ കോക്കോനെറ്റ് അക്കാഡമി ഉണ്ടല്ലോ, ഇതെന്തുകൊണ്ട് വ്യത്യസ്തമാകുന്നു? ഒട്ടനവധി കമ്പ്യൂട്ടർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട്, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് തന്നെയുണ്ട്. അതിൽ നിന്നൊക്കെ എന്തുകൊണ്ട് നമ്മുടെ ഈ ഒരു സ്ഥാപനം വ്യത്യസ്തമാകുന്നു? കോക്കോനറ്റ് വ്യത്യസ്തമാകുന്നത് 2 കാരണത്താലാണ്. ഓക്കെ. ഒരു ട്രെയിനിങ് എന്ന് പറയുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ട്രെയിനറുടെ നോളജാണ്. ഓക്കെ. ട്രെയിനർക്ക് നോളജ് ഉണ്ടെങ്കിൽ ആ ട്രെയിനിങ് കൊണ്ട് പ്രയോജനം ഉണ്ടാവുള്ളൂ. കൊക്കോനെറ്റ് എൻഗേജ് ചെയ്യുന്ന എല്ലാ ട്രെയിനേഴ്സും അതാത് ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. ഓക്കെ. ഇൻഡസ്ട്രിയിൽ കറൻ്റ്ലി വർക്കിംഗ് ആയിട്ടുള്ള, പാഷനേറ്റ് ആയിട്ടുള്ള, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പല ട്രെയിനേഴ്സിനെ പല ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ജസ്റ്റ് പഠിച്ചിറങ്ങിയവരെ തന്നെ ട്രെയിനറായിട്ട് വെക്കുന്നു. അത്തരം മിയർ ഫാക്കൽറ്റീസിനെ ഞങ്ങളിവിടെ എൻഗേജ് ചെയ്യാറില്ല. ഓക്കെ. ഞങ്ങളുടെ എല്ലാ ട്രെയിനേഴ്സും വർക്കിംഗ് പ്രൊഫഷണൽസ് ആണ്. അവർക്ക് നിരവധി വർഷം എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കും. ഇൻഡസ്ട്രിയിലെ ഏറ്റവും പുതിയ ചലനങ്ങൾ വരെ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ട്രെയിനേഴ്സാണ് ഞങ്ങളുടെ ട്രെയിനേഴ്സ്. വേറെ എന്തായിരിക്കും നമ്മളെ വ്യത്യസ്തമാക്കുന്ന ഒരു ഫാക്ടർ പറയാനുള്ളത്? പിന്നെ രണ്ടാമത്തെ സംഗതി എന്ന് പറയുമ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് തന്നെയാണ്. ഓക്കെ. ഇപ്പോൾ കൊക്കോനെറ്റ് ട്രിവാൻഡ്രം സിറ്റിയിലാണ് പ്രവർത്തിക്കുന്നത്. ഒരു 10,000 സ്ക്വയർ ഫീറ്റ് സ്പേസ് എക്സ്ക്ലൂസീവ്ലി ഫോർ ട്രെയിനിങ് പർപ്പസ് ഞങ്ങളിവിടെ ഒരുക്കിയിട്ടുണ്ട്. AC റൂംസ്, AC ലാബ്സ്, അതെല്ലാം തന്നെ ഞങ്ങളിവിടെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് എല്ലാവിധമായ സൗകര്യങ്ങളും ഞങ്ങളിവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഓക്കെ. ഈ എന്തൊക്കെ കോഴ്സുകളാണ് നമ്മൾ ഓഫർ ചെയ്യുന്നത് ഈ IT മേഖലയിൽ? ഞങ്ങൾ ഏതാണ്ട് 40-ലധികം കോഴ്സസ് ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി ചെയ്യുന്ന ചില കോഴ്സുകളെന്ന് പറഞ്ഞാൽ ഒന്ന് SAP ആണ്. ഓക്കെ. SAPയുടെ ഓതറൈസേഷൻ സെൻ്ററാണ് കോക്കനറ്റ് ടെക്നോളജീസ്. SAP കൂടാതെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, അതുപോലെ സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്, ഡാറ്റാ സയൻസ് പ്രോഗ്രാംസ്, അതുപോലെ പ്രോഗ്രാമിംഗ് കോഴ്സസിലേക്ക് പൈത്തൺ, ജാവ, .NET, PHP, ഇതിൻ്റെയൊക്കെ ഫുൾ സ്റ്റാക്ക് ഉൾപ്പെടെ ഞങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഡ്യൂറേഷൻ അങ്ങനെ ഏകദേശം എത്ര നാളത്തേനുള്ള കോഴ്സുകളാണ്? ഈ കോഴ്സുകൾക്കൊക്കെ സാധാരണ ഇതിൽ ഒരു 3 മാസത്തെ ഡ്യൂറേഷനാണ് വരുന്നത്. അപ്പോൾ SAP, അതുപോലെ ക്ലൗഡ്, ഇതൊക്കെ ഒരു 3 മാസം കൊണ്ട് തീർക്കാൻ കഴിയുന്ന കോഴ്സുകളാണ്. അതേസമയത്ത് ഫുൾ സ്റ്റാക്ക് കോഴ്സസ് ഒക്കെ ആകുമ്പോൾ 4-5 മാസം വരെ എടുക്കും. അപ്പോൾ ഇതിന് എലിജിബിലിറ്റി ക്രൈറ്റീരിയ അങ്ങനെ +2കാർക്ക് പറ്റുമോ, അതോ ഡിഗ്രി വേണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇന്ന് കമ്പനികളെല്ലാം മിനിമം ഒരു ഡിഗ്രിയെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവരെ, അതിന് മുകളിലുള്ളവർ മാത്രമേ ഞങ്ങൾ ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്യിപ്പിക്കുന്നുള്ളൂ ഇത്തരം കോഴ്സുകൾക്ക്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഈ ഫീ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അതൊക്കെ വളരെ കുട്ടികൾക്ക് സൗകര്യപ്രദമായ രീതിയിലാണ് ഞങ്ങൾ ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതായത് ഇൻസ്റ്റാൾമെൻറ്റ് ഫെസിലിറ്റി ഉണ്ട്. അതുപോലെ ഫീസ് അടയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഞങ്ങൾ ഫിനാൻസ്, ഇൻട്രസ്റ്റ് ഫ്രീ ലോൺസും മറ്റുമൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കും. ഓക്കെ. ഒരു മന്ത്ലി ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടയ്ക്കാനായിട്ട് വരും അല്ലേ? നമ്മുടെ ക്ലാസ്സുകളൊക്കെ എങ്ങനെയാണ്? ഓഫ്ലൈൻ തിരുവനന്തപുരത്ത് തന്നെ പഠിക്കണോ, അതോ ഓൺലൈൻ പ്രോഗ്രാംസ് ഉണ്ടോ? ഞങ്ങൾക്ക് 2 മോഡ്സ് ഓഫ് ട്രെയിനിങ്ങും ഉണ്ട്. ഓഫ്ലൈനും ഉണ്ട്, ഓൺലൈനും ഉണ്ട്. ഇപ്പോൾ ഈ കോവിഡിന് ശേഷമുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ കൂടുതൽ കുട്ടികളും ഇപ്പം ഓൺലൈനിലേക്ക് വരാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട്.
നേരത്തെ ഓൺലൈൻ എന്ന് പറയുമ്പോൾ കുറച്ച് മടിയായിരുന്നു, പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി. ഇന്ന് എല്ലാവരും അവരവരുടെ കംഫർട്ടിൽ ഇരുന്നുകൊണ്ട് ട്രെയിനിങ് എടുക്കാനായിട്ട് സാധിക്കുമെന്നാണ് നോക്കുന്നത്. മാത്രമല്ല ഞങ്ങളുടെ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ അത് ലൈവ് ഇൻറ്ററാക്റ്റീവ് സെഷൻസ് കൂടിയാണ്, റെക്കോർഡഡ് വീഡിയോസ് ആയിട്ടല്ല. അല്ലല്ല, ഞങ്ങളെല്ലാം ലൈവ് സെഷൻസ്. ലൈവ് അത് കഴിഞ്ഞാൽ ആ റെക്കോർഡഡ് വേണമെങ്കിൽ റെക്കോർഡിങ്സ് ആവശ്യമുള്ളവർക്ക് റെക്കോർഡിങ്സ് ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞ ശേഷം കൊടുക്കും. അപ്പം നിങ്ങൾക്ക് ഡയറക്റ്റ് ക്ലാസ്സുകളും ഉണ്ട്, ലൈവായിട്ടുള്ള ഇന്ററാക്റ്റീവ് ക്ലാസ്സുകളും രണ്ടും ഉണ്ട്. ഓക്കെ റൈറ്റ്. അപ്പം നമ്മളുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഞാൻ കോൺടാക്ട് നമ്പറൊക്കെ വീഡിയോയിൽ കൊടുത്തേക്കാം. അപ്പോൾ ആർക്കെങ്കിലും ബന്ധപ്പെടാനുണ്ടെങ്കിൽ ആ നമ്പറിൽ ബന്ധപ്പെടാം അല്ലേ. അപ്പോൾ ഈ IT മേഖലയിൽ 2023 ഏറ്റവും ഹോട്ടായിട്ടുള്ള ചില ടെക്നോളജികളാണ് നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കിയത്. എന്ന് മാത്രമല്ല, ഈ ടെക്നോളജികളൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരുപക്ഷെ സഹായകരമായ ഒരു സ്ഥാപനത്തെ കൂടി നമ്മൾ മനസ്സിലാക്കി. കോക്കോനെറ്റ് ടെക്നോളജീസ് എന്നുള്ളത് തിരുവനന്തപുരത്ത് ഉള്ളൂരിൽ ഏതാണ്ട് 10,000 സ്ക്വയർ ഫീറ്റിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണിത്. അപ്പോൾ അതിൻ്റെയൊക്കെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിൽ നൽകുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അവരുമായി ബന്ധപ്പെട്ട് ഈ അവസരങ്ങളൊക്കെ മനസ്സിലാക്കാവുന്നതാണ്. അതല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഒരു ലിങ്ക് നൽകുന്നുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ ഇവരുടെ ടീം നിങ്ങളുമായി ബന്ധപ്പെട്ട് ഈ കോഴ്സുകളുടെയൊക്കെ കൂടുതൽ വിവരങ്ങൾ നൽകുന്നതായിരിക്കും. ഏതായാലും ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ, പ്രത്യേകിച്ച് IT മേഖലയിലേക്കൊക്കെ തിരിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഉപകാരപ്രദമാണെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് നൽകാൻ മറക്കല്ല്. വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലെയുള്ള കരിയർ അറിവുകൾ അല്ലെങ്കിൽ തൊഴിലവസരങ്ങളൊക്കെ നമുക്ക് ലഭ്യമാകും. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.